പ്രൈസ് ദ ലോർഡ്. നമ്മുടെ രക്ഷിതാവും നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാത വന്ദനം. അനുഗ്രഹീതമായൊരു നല്ല ദിവസം ദൈവം നമുക്ക് തന്നു. ഇന്നേ ദിവസം ജയകരമായും സന്തോഷകരമായും ജീവിപ്പാൻ ദൈവത്തിൻ്റെ കൃപാദാനം എല്ലാവരുടെ മേലും അവിടുന്ന് പകരുമാറാകട്ടെ. 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൽ ദാവീദ് തൻ്റെ അരമനയിൽ വസിക്കുന്ന കാലത്ത് ഒരു ദിവസം നാഥാൻ പ്രവാചകനോട്, ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിലാണ് വസിക്കുന്നത്, യഹോവയുടെ പെട്ടകം തിരശ്ശീലകൾക്കകത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ, നിന്റെ താല്പര്യം പോലെയൊക്കെ ചെയ്താലും ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി നാഥാൻ പ്രവാചകനോട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത്, ദാവീദിനോട് നീ പറയണം, ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയ കാലത്ത് ഞാൻ ആലയത്തിലൊന്നും അല്ല വസിച്ചത്, കൂടാരങ്ങളിലാണ്. ആ കാലത്ത് ഒരിക്കലും ദേവദാരു കൊണ്ടുള്ള ഒരു ആലയം പണിയാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. നീ എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ ആടുകളെ മേയിക്കുമ്പോൾ എടുത്തു വന്നു. നീ സഞ്ചരിച്ചു വന്ന വഴികളെല്ലാം ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ ശത്രുക്കളെയൊക്കെ ഛേദിച്ചു കളഞ്ഞു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്കുണ്ടാക്കും. ഞാൻ നിന്റെ ഗൃഹം പണിയും. നിന്റെ പുത്രന്മാരിൽ ഒരുവനായ നിന്റെ സന്തതി എഴുന്നേൽപ്പിച്ച് അവൻ്റെ രാജ്യത്വം സ്ഥിരമാക്കും. അവൻ എനിക്കൊരാലയം പണിയും. ഞാൻ അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും എന്ന് പറഞ്ഞു. നാഥാൻ പ്രവാചകൻ ഈ വാക്ക് ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദ് രാജാവ് അകത്ത് എന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത്, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗൃഹവും എന്തുള്ളൂ? ദൈവമേ, ഇത് പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗൃഹത്തെക്കുറിച്ച് നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് ഒത്തവണ്ണം നീ എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. ദാവീദിൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് അഹങ്കാരമില്ലാതെ താഴ്മയും വിനയമുള്ളവനായി ദൈവം മുമ്പിൽ നിൽക്കാൻ. പെട്ടകത്തിന് മുമ്പിൽ തന്നെ മറന്ന് ആരാധിച്ച ദാവീദ് എപ്പോഴും അങ്ങനെയായിരുന്നു. ദൈവസന്നിധിയിൽ വിനയാന്യൂനതനായി നിലകൊണ്ട് ദൈവത്തെ ഉയർത്തുവാൻ അവൻ തയ്യാറായിരുന്നു. അഹങ്കാരിയായി ഒരിക്കലും ഇടപെട്ട ഒരു ദാവീദിനെ നാം കാണുന്നില്ല. പകരം താഴ്മയും വിനയമുള്ള ഒരു ദാവീദിനെയാണ് കാണുന്നത്. ദാവീദിനെ ദൈവം ആദരിച്ചു, മാനിച്ച് ഉയർത്തുവാൻ കാരണം അതാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഒരിക്കൽ പോലും ദാവീദ് അപഹരിച്ചില്ല. ദൈവത്തെ ആരാധിക്കാൻ ലഭിക്കുന്ന ഒരവസരവും ദാവീദ് നഷ്ടമാക്കിയില്ല. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തിനൊരാലയം ഉണ്ടാകണം. ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവത്തിനൊരാലയം ഉണ്ടാകുവോളം ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല, എൻ്റെ കണ്ണിന് സ്വസ്ഥത കൊടുക്കുകയില്ല. അത്രത്തോളം ആഗ്രഹമുള്ളവനായിരുന്നു ദൈവത്തിൻ്റെ പെട്ടകത്തിന് ഒരു ആലയമുണ്ടാക്കി അതിൽ പെട്ടകം വയ്ക്കണമെന്നൊക്കെ. ദൈവത്തെക്കുറിച്ചും ദൈവാലയത്തെക്കുറിച്ചുമുള്ള പ്രതിപത്തി ദാവീദിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. 40 വർഷം രാജാവായിരുന്ന കാലത്ത് ശൗൽ ഗണ്യമാക്കാതെ പോയ കാര്യങ്ങൾ ദാവീദ് തൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ ഉത്സാഹപൂർവം പരിഗണിച്ച് ചെയ്യുകയാണ്. അതിനുള്ള ദൈവത്തിൻ്റെ പ്രതിഫലമാണ് ദാവീദിനെ ദൈവം മാനിക്കും എന്നരുളി ചെയ്തത്. ദൈവം അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള നമ്മുടെ താഴ്മയും വിനയവും
ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള നമ്മുടെ ഉത്സാഹവും ആത്മാർത്ഥതയും ദൈവം പരിഗണിക്കാതിരിക്കുമോ? ഒരു രാജ്യത്തെ ഒരു ഗ്രഹം പണിയാൻ, ഒരു നാമമുണ്ടാകാൻ, തലമുറകൾക്ക് അവകാശം സംരക്ഷിക്കപ്പെടാൻ ഉത്സാഹപൂർവം കാര്യങ്ങൾ ചെയ്താൽ അത് സംഭവിക്കണമെന്നില്ല. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് ദൈവത്തിനൊരു ഗ്രഹം പണിയാൻ ശ്രമിച്ചു നോക്കൂ. ദാവീദിനെ പോലെ ദൈവത്താൽ നാം അനുഗ്രഹീതരായി മാറുക തന്നെ ചെയ്യും. തിരുവെഴുത്ത് പറയുന്ന മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും അവിടുന്ന് നൽകിത്തരും. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി വിനയമുള്ളവരായി മാറുകയും ദൈവിക കാര്യങ്ങൾക്ക് ഉത്സാഹമുള്ളവരായി തീരുകയും ചെയ്യുവാൻ, അങ്ങനെ ദൈവത്താൽ മാനിക്കപ്പെടാൻ ഈ സന്ദേശങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണം. അങ്ങയുടെ സഹിതം നിന്റെ ജനത്തോടുകൂടെ ഇന്നും ഉണ്ടായിരിക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.